ബിഗ് ബില്യൺ ഡേയ്സും അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് പൊതുവെ എൻ്റെ കൂട്ടുകാർ എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് ചോദിക്കും പ്രോഡക്റ്റുകൾ എടാ ഏത് കൊള്ളാം മേടിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഓരോ യൂസേജ് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളെ കണക്ക് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇന്ന് ഒക്ടോബർ 11-ാം തീയതിയാണേ. ഒക്ടോബർ 12-ാം തീയതി എൻ്റെ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ വർഷം 2022 ഒക്ടോബർ 12-ാം തീയതി വിളിച്ച് ചോദിച്ചായിരുന്നു എടാ എനിക്കൊരു ഇയർബഡ് വേണം, 5000 രൂപയാണ് ബഡ്ജറ്റ്, കോളിംഗ് ആണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. മ്യൂസിക് എന്ന് അത് പ്രശ്നമേ അല്ല, എനിക്ക് കോളിംഗ് എപ്പോഴും മൊബൈൽ ഇങ്ങനെ കയ്യിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. പുള്ളിയുടെ വർക്ക് അങ്ങനത്തെയാണ്. നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മൊബൈൽ കയ്യിൽ വെച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തത് JBL 230 NC ആയിരുന്നു. 5999 നോർമൽ റേറ്റ്, പക്ഷേ പുള്ളിക്ക് അന്ന് 5299 കിട്ടി. എന്നാൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ വില എന്ന് പറയുന്നത് 3999 രൂപ മാത്രം, അതായത് 2000 രൂപ കൂടി കുറഞ്ഞു. ഒരു നല്ലൊരു ഡീലാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ഒരു 230 NC. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാനും നമ്മുടെ ചേട്ടനും കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വർഷത്തെ ആ ഒരു JBL 230 NCൻ്റെ എക്സ്പീരിയൻസ് ആണ്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങിലുള്ള ശ്രീ സ്റ്റിക്കർ വർക്ക് കടയിലാണ്. അതാണ് നമ്മുടെ ചേട്ടൻ്റെ കട എന്ന് പറയുന്നത്. ദേ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ഹലോ ചേട്ടാ, എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? RKV. ഇത് മറ്റേ നമ്മുടെ ഫ്രണ്ടിൽ ഒട്ടിക്കുന്ന അല്ലേ, മുകളിൽ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ചേട്ടൻ എന്ന് പറയുന്നത്. JBL 230 ഒരു വർഷം അല്ലേ? കറക്റ്റ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു വർഷം. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടാ, കറക്റ്റ് ഒരു വർഷത്തിൽ നമ്മൾ എടുക്കുവാണ്. അപ്പൊ ചേട്ടാ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട്. എന്റെ കൂട്ടുകാർ, അതായത് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചോദിച്ചിട്ടാണ്. അപ്പൊ റെഡിയാണോ ആൻസർ പറയാൻ? അപ്പൊ ഒന്ന് ചേട്ടാ ഇവിടെ ഒന്നിരിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ JBL 230 NC. ഇതേ കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് അഴുക്കൊക്കെ പറ്റിയിരിപ്പുണ്ട്. ഒരു വർഷമായതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണിത്. പിന്നെ ചേട്ടാ ഇത് കേസ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടാ? ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇത്ര ഇല്ലെങ്കിൽ നിന്നതല്ലേ. അപ്പൊ ചേട്ടാ പറയൂ, ചേട്ടാ പേരും ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എൻ്റെ പേര് ഷാംജു. ഞാൻ ഈ ബാലസ് റോഡിൽ ഗോകുലം ഹോസ്പിറ്റലിൽ അടുത്തായിട്ട് ഒരു ഷോപ്പ് ഇട്ടേക്കാണ്. ശ്രീ സൺ കൺട്രോൾ ഫിലിം സർവീസ് ആണ് ഷോപ്പിന്റെ പേര്. വർക്കുകളെന്ന് വെച്ചാൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ, കാറിന്റെ ഫിലിം ഒട്ടിപ്പ്, സ്റ്റിക്കർ വർക്കുകൾ, ഇതൊക്കെയാണ് വർക്കുകൾ. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ്, അതായത് നമ്മളിപ്പോ വണ്ടിയിലൊക്കെ ഇതുപോലെ സ്റ്റിക്കർ കൊടുക്കുന്ന സമയത്ത് എന്തായാലും 2 കൈ ഉപയോഗിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് ഈ മൈക്ക് ഇമ്പോർട്ടൻസ് അല്ലേ? മെയിനായിട്ട് അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഫുൾ ടൈം വർക്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ഞാൻ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നത്. ചേട്ടാ ആദ്യം ഉപയോഗിച്ചതായിരുന്നു? അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വർഷങ്ങളായിട്ട് സോണിയുടെ മോഡൽ ഓർമ്മയില്ല അല്ലേ? പക്ഷേ ഓർക്കുന്നുണ്ടോ? മോഡൽ ഓർമ്മയില്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി. എത്ര രൂപയായിരുന്നു അത്? ആ സോണി 5000-6000 ആ റേഞ്ചിലുള്ള തന്നെയാണ്. ഓക്കെ. അപ്പൊ അതിനുശേഷം ആദ്യമായിട്ടാണ് ഇയർബഡ് ഈ ഒരു JBLലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ. ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്? അതായത് കേസിന്റെ ക്വാളിറ്റി, തറയിലൊക്കെ വീണ പൊട്ടോ അങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? നല്ല പക്ക ഒരു ബിൽഡ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. കണക്ടിവിറ്റി എങ്ങനെയുണ്ട്? അതായത് നമ്മളിപ്പോ ഫോണിൽ കണക്ട് ചെയ്താൽ ഇടയ്ക്ക് ഡിസ്കണക്ട് ആവുന്ന എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും? ഓക്കെ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ പർപ്പസ് എന്ന് വെച്ചാൽ മെയിൻലി കോൾ തന്നെയാണ്. ഒരു 90% എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചത് കോളിങ്ങിന് വേണ്ടി മാത്രമാണ് അല്ലേ? പൊതുവെ ഇപ്പോൾ സ്റ്റിക്കർ ഇപ്പോൾ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്താണ് അല്ലേ? ഇവിടെ എന്തായാലും അത്യാവശ്യം നല്ല റഷാണ്, ഇപ്പൊ തന്നെ അറിയാം. അപ്പൊ നോർമലി ഒരാളെ വിളിക്കുന്ന സമയത്ത് ആ ആളെ എന്താ പറയാ, അയ്യോ എനിക്ക് സൗണ്ട് ഒന്നും കേൾക്കാൻ വയ്യ നിന്റെ, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ക കേൾക്കുന്നുണ്ട്. പിന്നെ അവിടെ കേൾക്കാൻ വേണ്ടി ഇതിനകത്ത് ANC ഉണ്ട്. ANC എന്തുമാത്രം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഫീൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ? ജസ്റ്റ് ഒരു 1 ടാപ്പാണ് അല്ലേ ANC ഉണ്ടാകുന്നത്? ഓക്കെ. വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? ഉപയോഗിക്കുന്നത് കുറവാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ബൈക്ക് ഓടിക്കുമ്പോൾ ഉപയോഗിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. നല്ല പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ഓൾറെഡി പറഞ്ഞു ചേട്ടൻ 100% സാറ്റിസ്ഫൈഡ് ആണോ? അതല്ല കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീൽ ഒരിക്കലും തോന്നിയിട്ടില്ല. JBL എന്ന് പറയുമ്പോൾ പിന്നെ അത് മ്യൂസിക്കിന്റെ കാര്യത്തിലും പറയേണ്ട കാര്യമല്ലല്ലോ. അത്രേ ഉള്ളൂ. വർഷങ്ങളായി കാലാകാലങ്ങളായി JBL എന്ന് കേൾക്കുമ്പോൾ JBLും സോണിയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും മ്യൂസിക്കിന്റെ കാര്യത്തിൽ അതെ, അപ്പൊ അതുകൊണ്ട് അത് ഓക്കെയാണ്. ആ ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം, മ്യൂസിക് ക്വാളിറ്റി എങ്ങനെയുണ്ട്? പാട്ട് കേൾക്കാറുണ്ടോ? നല്ല രസമുണ്ട്. മ്യൂസിക് കേൾക്കുന്നത് കുറവാണ്, എന്നാലും നല്ലതാണ്. എന്ത് ടൈപ്പ് പാട്ടുകളാണ് കേൾക്കാറുള്ളത്? ബേസ് ഡോമിനേറ്റർ, നല്ല ഇടിയുള്ള പാട്ടും കേൾക്കാറുണ്ട്. അപ്പൊ ഇടിയൊക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. അപ്പൊ ഇനി വെയറിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? ഇയർബഡ് ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ചെവിയിൽ നിന്ന് ഊരി പോകുന്ന ഒരു പ്രവണതയോ അല്ലെങ്കിൽ? എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൂടെ ഇട്ട് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ബൈക്ക് ഓടിക്കുന്നത് ഞാൻ ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കുറവാണ്, എങ്കിൽ പോലും ബൈക്ക് ഓടിക്കുമ്പോൾ കാറ്റ് പിടിക്കുകയോ ഊരി പോകുകയോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഇനി ചോദിക്കാനുള്ളത് പ്ലേ ടൈം. ഇതിനകത്ത് 40 മണിക്കൂറാണ് കമ്പനി പറയുന്ന ടോട്ടൽ പ്ലേ ടൈം. സിംഗിൾ പ്ലേ ടൈം എനിക്ക് തോന്നുന്നു 8 മണിക്കൂർ എന്തോണ്.
8 മണിക്കൂർ കിട്ടാറുണ്ടോ സിംഗിൾ പ്ലേറ്റ്? ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിത് പ്രത്യേകിച്ച് ചെവിയിൽ സാധാ സമയം എടുത്ത് വെക്കാറില്ല. ഈ കേസ് ഇവിടെ ഹാങ് ചെയ്തിട്ടേക്കാണ്. വരുമ്പോ എടുക്കുന്നു, ചെവിയിൽ വെക്കുന്നു, കോൾ കട്ട് ചെയ്തിട്ട് ഒരു ആവറേജ് ഒരു കോളിംഗ് ടൈം എത്രയായിരിക്കും? എന്നാലും ഒരു 5 മണിക്കൂർ എന്തായാലും യൂസ് ചെയ്യും. അതൊക്കെ വരും. എത്ര ദിവസത്തിനുള്ളിൽ ചേട്ടാ അപ്പൊ ഇത് ചാർജ് ചെയ്യും? ചാർജിന്റെ കാര്യം പറയണമെങ്കിൽ അത് രസമാണ്. കാരണം ഇത് ചാർജിന്റെ ഇത് ഞാൻ നോക്കാറേ ഇല്ല. ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചിലപ്പോൾ എടുത്ത് ചാർജ് ചെയ്യുന്നത്. എത്ര മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാനായിട്ട്? ഫുൾ ആവാനായിട്ട് 100%? ഫുൾ ആവാൻ എനിക്ക് 2-3 മണിക്കൂർ വേണമെന്ന് തോന്നുന്നു. 2 മണിക്കൂർ അല്ലേ എന്തായാലും വേണ്ടി വരും. അത് ചാർജ് 100% ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. ഞാനത് തീർന്ന സമയത്തായിരിക്കും ചാർജ് ചെയ്യുന്നത്. അതായത് യാതൊരു പ്രശ്നം വരാറില്ല. 40 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഓവറോൾ ആക്ച്വലി ചേട്ടൻ എന്തായാലും ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. 1 വർഷം ആവുകയാണ് ഇത് യൂസ് ചെയ്തിട്ട്. അതെ. ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു JBL 230NC ആര് വാങ്ങിക്കണമെന്ന് ചോദിക്കുവാണെങ്കിൽ ചേട്ടൻ അതെങ്ങനെ പറയും? ആര് വാങ്ങണമെന്ന് വെച്ചാൽ 2 തരം ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഒന്ന് കോൾ ചെയ്യാനായിട്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാം, മ്യൂസിക് ആക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് 2 കൂട്ടർക്കും ഇത് ഉപയോഗിക്കാം. മ്യൂസിക് കുഴപ്പമില്ല അല്ലേ? നല്ല അത്യാവശ്യം. ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും കോളിങ്ങിനാണെന്നേ ഉള്ളൂ. എന്തായാലും കോളിംഗിൽ ചേട്ടൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് 100%. അപ്പൊ ഇനി പുതിയത് വാങ്ങുകയാണെങ്കിലും JBLന്റെ കുറച്ചുകൂടെ നല്ല, ഇതേക്കാട്ടി കുറച്ചുകൂടെ നല്ലതൊക്കെ ആയിരിക്കും. JBL ബ്രാൻഡ് ആയിരിക്കും വാങ്ങിക്കുന്നല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയാണ് എന്തായാലും നമ്മുടെ JBL 230 1 വർഷത്തിന് ശേഷമുള്ള ഒരു യൂസർ റിവ്യൂ എന്നാണ്. ചേട്ടൻ ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് വേറൊരു ഇയർബഡ് ഉണ്ട് കേട്ടോ, നമ്മുടെ 131 ബോട്ട് എയർഡോപ്സ് 131. ഇപ്പൊ 799 കിട്ടാം. ചേട്ടൻ ഇത് ഇവിടെ നേടിയാ? ഇത് എന്റെ ഒരു ഫ്രണ്ടിൻ്റെതാണ്. ഞാനിത് തൽക്കാലം ഒന്ന് ഉപയോഗിച്ച് നോക്കിയായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ചെവി വേദന. ഹാഫ് ഇയർ ആയതുകൊണ്ടല്ലേ? ഇതെന്ന് വെച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നല്ല വേദന എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 6000-ഉം ഈ ഒരു 1000-ഉം തമ്മിലുള്ള ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇത് ചെവിക്കുള്ളിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് നല്ല കംഫർട്ടാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ മറ്റതങ്ങനെയല്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല വേദനയുണ്ട്. കുറച്ചു നേരം പോലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ? എന്തായാലും ഇത് നമ്മൾ ഒരിക്കലും എന്താ പറയാ ഒരു പ്രോഡക്റ്റിനെ തള്ളിപ്പറഞ്ഞതല്ല. പ്രത്യേകിച്ച് രണ്ടും ഒരു ആനയും ആടും പോലെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ കണക്കാക്കണ്ട. ജസ്റ്റ് ആ ഒരു വെയറിംഗ് കംഫർട്ട് മാത്രം ജസ്റ്റ് ചേട്ടൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ 1 വർഷം തികഞ്ഞ ആ ഒരു 230NCന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഓൾറെഡി കൂട്ടുകാർ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് അൺബോക്സ് ചെയ്യാവുന്നത്. ഇനി ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇതുപോലുള്ള യൂസർ റിവ്യൂസ് ഉണ്ടല്ലോ. സോ നമ്മുടെ ചാനലിൽ ഇതുപോലെ യൂസർ റിവ്യൂസ് ഇനിയും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ കമന്റ് ആയിട്ടിടണേ. എന്തായാലും ഞാൻ ഇതുപോലെ തപ്പിപ്പിടിച്ച് ഓരോ കൂട്ടുകാരൻ ചേട്ടന്മാരെയൊക്കെ ഇങ്ങനെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ നമ്മുടെ ചേട്ടൻ ഒരു ചാനലുണ്ട്. ചാനലിന്റെ പേരൊന്നും പറഞ്ഞേട്ടാ, അത് പറയാൻ പറ്റും. ശ്രീ മീഡിയ. ഓൾറെഡി ഞാനൊരു വീഡിയോ ചേട്ടൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ആക്ച്വലി ആൽബംസ് അഭിനയിക്കാറുണ്ട്, പ്രൊഡ്യൂസറാണ്, അതേപോലെ തന്നെ എന്താ പറയുക ഷോർട്ട് ഫിലിമുകളുണ്ട്, ആൽബം സോങ്ങുകളുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ചേട്ടാ. അപ്പൊ ഷോർട്ട് ഫിലിമിൽ ആർക്കെങ്കിലും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാമല്ലോ. ചേട്ടൻ ഏതായാലും ലിങ്ക് അവസരങ്ങൾ എപ്പോഴും നമ്മൾ അവസരങ്ങൾ കൊടുത്തിരിക്കും. ചേട്ടൻ നമ്പർ കൊടുത്തേട്ടാ? തീർച്ചയായും കൊടുത്തേക്കും. അത് ഇൻസ്റ്റാഗ്രാം. ഇതുവരെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഒരുപാട് ഷോർട്ട് ഫിലിമുകളും ആൽബം സോങ്ങുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ എന്നെ സമീപിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോ വേഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ചേട്ടൻ്റെ ചാനലിന്റെ ലിങ്ക്, ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്ത് സംശയത്തിനും ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതിന് വിളിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.